ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ഇതിനിടയിൽ തന്നെ തുടക്കത്തിലൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോൾ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും കേരളം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന കാര്യത്തിലുമൊക്കെ കേരളത്തിനൊരു പുകഴ്ത്തൽ ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത ഈ മദ്യവുമായി ബന്ധപ്പെട്ട, സ്പിരിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലുമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. അത് ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു സ്പിരിറ്റ് നിർമ്മാണ കമ്പനി വരുമ്പോൾ പറയുന്ന കാര്യങ്ങളെ കാണുമ്പോൾ അത് കേരളത്തിലെ യുവാക്കളോടുള്ള വെല്ലുവിളി തന്നെയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പറയുന്നത് പോലെ എന്ന് തന്നെ കാണേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? ലാലെ, ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. രാഷ്ട്രീയം തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അതിൻ്റെ പ്രതിപക്ഷത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. അവർ അതിൻ്റെ കാരണ സഹിതമായിട്ട് അവർ പറയുന്നുണ്ടാവും. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞാൻ രാഷ്ട്രീയം ഇല്ലാതെ പറയട്ടെ. ആത്യന്തികമായി ഇത് ഒരു വ്യവസായമാണ്. ഇതൊരു വ്യവസായ സംരംഭമാണ്. ഒയാസിസ് എന്ന കമ്പനി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ആ കമ്പനി 40,000 കോടി ലിറ്റർ എഥനോൾ എന്ന് വെച്ചാൽ എണ്ണ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്കാണ് രൂപരേഖ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുന്നത്. 40,000 കോടി. അതിൽ 30,000 കോടിയും എഥനോളാണ്. എഥനോൾ മദ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. ഇതിൻ്റെ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് എഥനോൾ. അതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ്. അതെന്തിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യവസായ രംഗത്ത് ഉപയോഗിക്കുന്നത്? ഇന്ത്യയിലെ പെട്രോളിയത്തിൽ 20% എഥനോൾ ചേർക്കണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത്. 20% എഥനോൾ അത് വ്യാവസായിക ഉൽപ്പന്നമാണ്. കേരളത്തിൽ BPCL, SPCL തുടങ്ങിയ പെട്രോളിയം കമ്പനികൾക്ക് അത് ഉപയോഗിക്കാം. 20% ഉപയോഗിക്കാം. അതായത് പെട്രോളിൻ്റെ ആകെ 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഇതിൽ 20%വും ഇനി എഥനോളായിരിക്കും. അതിൽ ഈ ഒയാസിസ് എന്ന സ്ഥാപനം പാലക്കാട്ട് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന, അവരപേക്ഷിച്ചിരിക്കുന്ന ആ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 40,000 കോടി ഉൽപ്പന്നത്തിൽ 30,000വും എഥനോളാണ്. ബാക്കി 9,000 ലിറ്റർ മാത്രമാണ് ENA എന്ന് വെച്ചാൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അതാണ് നമ്മൾ വിസ്കി, ബ്രാൻഡി, റമ്മൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് 10% മാത്രം. ആകെയുള്ള 50,000 കോടിയിൽ 40,000വും 40,000ത്തിൽ ഇതാണ്. ബാക്കി 9,000 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ENA ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടാമത്, ഇവിടെ മാറി വന്ന ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ്, ഇടതുമുന്നണി ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട്. ചേർത്തലയിലെ മാഗ്ഡൽ ഫാക്ടറി ഉൾപ്പെടെ ധാരാളം മദ്യനിർമ്മാണ കമ്പനികൾ കേരളത്തിലുണ്ട്. ചെറുതും വലുതുമായ മദ്യനിർമ്മാണ കമ്പനികളുണ്ട്. ENA ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഡിസ്റ്റിലറി ഉണ്ട് കേരളത്തിൽ. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപിച്ചതാണല്ലോ. അത് ഇടതുപക്ഷം മാത്രമായിരിക്കത്തില്ല, എല്ലാ ഗവൺമെൻറ്റുകളും മാറി വന്ന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ഡിസ്റ്റിലറിക്ക് അനുമതി നൽകുക എന്ന് പറയുന്നത് ലാലെ ഒരു മഹാപാപമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഒരു പാപമല്ല. എന്താണ് ഇതിനകത്തെ പാപം എന്ന് പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയം അവർക്കുണ്ടാവും. BD സതീശനൊക്കെ അതേക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ ന്യായം കാണുമായിരിക്കും. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ ഇതുപോലെ കേരളത്തിൻ്റെ മുൻപിലേക്ക് വന്ന ഒരു വ്യവസായത്തെ പുറം കൈകൊണ്ട് തട്ടിക്കളയുന്നത് കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തിൻ്റെ നിലനിൽപ്പിന് ഒട്ടും ഭൂഷണമല്ല. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. ഇതിനെതിരെ പറയുന്ന ആരോപണങ്ങൾക്ക് എത്ര രാഷ്ട്രീയ പ്രസക്തി ഉണ്ടെങ്കിലും ശരി, കേരളത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ, കേരളത്തിൻ്റെ ഭാവി നോക്കുമ്പോൾ ഈ വ്യവസായവും ഇതുപോലുള്ള വ്യവസായങ്ങളും ആവശ്യമാണ് എന്ന കാര്യത്തിൽ
എൻ്റെ അഭിപ്രായം അനുസരിച്ച് യാതൊരു സംശയവുമില്ല ലാൽ. യെസ്, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയത്.